ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലഞ്ച് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ചീര ഉപയോഗിച്ചുകൊണ്ട് ഒരു അവിയലാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിൽ മുരിങ്ങക്കായ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ ഒപ്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് മുരിങ്ങക്കായ വേകുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. മുരിങ്ങക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ ചീര ആഡ് ചെയ്ത് കൊടുക്കാം. ചുവന്ന ചീരയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ചീര കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ചീര വെന്ത് വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാം. ഇതിൽ പുളിയോ അല്ലെങ്കിൽ പച്ചമാങ്ങയോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പുളി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ചീര നന്നായി കുക്കായിട്ടുണ്ട്. അതിൻ്റെ സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പായിട്ട് അരച്ചിട്ടുണ്ട്. അവിയലിന് അരയ്ക്കുന്ന പോലെ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വേവിക്കണം. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ചീര നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് കഴിക്കാൻ നേരത്ത് തുറന്നാൽ മതി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.